എന്താ വർത്താനം? റാത്തനല്ലേ? നല്ല തന്നെ, സുഖം. വീട്ടിലാ? ജോലി എവിടെ? ഞാൻ നാടിന്റെ അടുത്ത് തന്നെയാണ്. ഹലോ. ഉസ്താദേ, ഈ ഉസ്താദ് ഈ കാവുനൽ മജ്മയിൽ പങ്കെടുക്കുന്നുണ്ടോ? അത് വാഫി കോളേജ് അല്ലേ? ഫീയൊക്കെ സമസ്ത തീരുമാനം എടുത്തിട്ടില്ലല്ലോ. എങ്ങനെ? വാഫിയോ ഫീയൊക്കെ എതിരില്ലേ സമസ്ത തീരുമാനം എടുത്തിട്ടില്ല. എനിക്ക് സംശയമുണ്ട് ഉസ്താദേ. അതായത് ഇപ്പൊ സമസ്തന്റെ പല മത്സര പരിപാടികൾ നടക്കുമ്പോൾ വാഫി കോളേജുകൾ ഒഴിവാക്കുന്നുണ്ടല്ലോ. അതിപ്പോ എനിക്കറിയില്ല. തീരുമാനത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ സമസ്തന്റെ വാഫിയോ ഫീയനെ എതിരില് സമസ്ത തീരുമാനത്തില്ല. അപ്പൊ കഴിഞ്ഞ മുഷാവറ യോഗത്തിലും അതിന്റെ മുമ്പത്തെ മുഷാവറ യോഗത്തിലും ചിലരൊക്കെ സംശയം ചോദിച്ചപ്പോ നേതാക്കന്മാര് പറഞ്ഞു തന്നെയാണ്. അത് രണ്ടിനും എതിരിൽ മാഫി ഒഫിയ പോയിട്ടുണ്ടല്ലോ, അതിനെതിരിൽ തീരുമാനം എടുത്തിട്ടില്ല. അതേസമയത്ത് അബ്ദുല്ലക്ക് പൈസക്ക് എതിരിൽ മൂപ്പരെ ചില പ്രവർത്തനങ്ങളുടെ ഒക്കെ പേരിൽ പിന്നെ മൂപ്പർക്കെതിരിൽ തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ നമ്മളെ സംസ്ഥയുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ടീം വൈസ് സ്ഥാനം വഹിക്കുന്ന സ്ഥാപനങ്ങളുമായി സമസ്ത സഹകരിക്കില്ല എന്നുള്ളത് രണ്ടു മുന്നേ മുഷാവറ തീരുമാനം എടുത്തതല്ലേ? പിന്നെ അതിൽ നിന്ന് ഇതിന് രണ്ടിനെയും പ്രത്യേകിച്ച് പിന്നെ അന്ന് കഴിഞ്ഞ മുഷാവറയിൽ അതിന് മുമ്പത്തെ മുഷാവറയിൽ അതിനെക്കുറിച്ച് സമസ്ത തീരുമാനം എടുത്തിട്ടില്ല പറഞ്ഞതാണ്. അക്കീബ് ഫൈസിന്റെ സമസ്തയുമായുള്ള സമസ്തന്റെ ഘടകങ്ങളുമായി അക്കീബ് ഫൈസിനെ ബന്ധപ്പെടുത്തൂല. സമസ്തന്റെ ഘടകങ്ങൾക്കൊന്നും അയാളെ ക്ഷണിക്കാനും പാടില്ല, വിളിക്കാനും പാടില്ല എന്നുള്ളതാണ് തീരുമാനം. അപ്പൊ അതിന്റെ പേരിൽ സംശയം ഉണ്ടായപ്പോഴാണ് മെമ്പർമാർ ചിലർ കഴിഞ്ഞ മുഷാവറയിലും അതിന്റെ മുമ്പത്തെ മുഷാവറയിലും ചോദിച്ചത്. അപ്പൊ ഇത് രണ്ടിനും എതിരിൽ സമസ്ത തീരുമാനം എടുത്തിട്ടില്ല. ഒരു സംശയം ചോദിക്കാം കേട്ടോ. അതായത് ഇപ്പൊ കഴിഞ്ഞ എസ്എൻഇസിന്റെ ആ ടൈം ആയല്ലോ ഫസ്റ്റത്തെ തുടക്കത്തില്. എസ്എൻഇസിന്റെ അപ്പൊ അന്ന് പത്രത്തിലൊക്കെ വായിച്ചിരുന്നു അബ്ദുല്ലക്കീം ഫൈസി ആദർശ നേതൃത്വം നൽകുന്ന CIC സ്ഥാപനങ്ങളുമായി സമസ്ത സഹകരിക്കില്ല എന്നുള്ളത്. അപ്പൊ അതോ അബ്ദുല്ലക്കീം ഫൈസി നേതൃത്വം നൽകുന്ന CIC സ്ഥാപനങ്ങളുമായി സമസ്ത സഹകരിക്കില്ല. CIC സ്ഥാപനങ്ങളുമായി സഹകരിക്കില്ല. അങ്ങനെയാണ് ഇപ്പൊ കഴിഞ്ഞ മുഷാവറയിലും അതിന്റെ മുഷാവറയിലൊക്കെ പറഞ്ഞത്. പിന്നെന്താണ് അതിനുശേഷം നേതാക്കന്മാരാണ് പറഞ്ഞത്. അതിന്റെ നേതാക്കം അതായത് സമസ്ത അതിനിട്ട് സഹകരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ ആ അർത്ഥത്തിന് ഇത് ഈ പറഞ്ഞത് എതിരാൻ പാടില്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ മുഷാവറയിലും അതിന്റെ മുമ്പത്തെ മുഷാവറയിലും വ്യക്തമായി ഞാനുള്ള സമയത്ത് ഒരു ചോദ്യം ഞാൻ തന്നെ ചോദിച്ചത്. ഒരു മുഷാവറയിൽ അത് ഈ കഴിഞ്ഞ മുഷാവറയിൽ അതിന്റെ മുമ്പത്തെ മുഷാവറ, അതിന് ശേഷമുള്ള മുഷാവറയിലാണ് ഇപ്പൊ വേറൊരാൾ ചോദിച്ചത്. ഈ ചർച്ചകളൊക്കെ വന്നപ്പോ അപ്പൊ പറഞ്ഞു വാഫി ഒഫിയൊക്കെ എതിരിൽ നമ്മൾ തീരുമാനം എടുത്തിട്ടില്ല, വ്യക്തമായി പറഞ്ഞു. അല്ല, അപ്പൊ ഞാൻ എന്റെ സംശയം ഇത്രേ ഉള്ളൂ. അതായത് കഴിഞ്ഞ 2023 അതോ 2024 ഇതിന്റെ തുടക്കത്തില് തങ്ങൾ ഉസ്താദിന്റെ ഒരു ആഹ്വാനം സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഓരോരുത്തർ CICന്റെ അന്ന് കെംവൈസ് അതിന്റെ സ്ഥാനത്തുണ്ട്. അതെ, ഈ റിപ്പോർട്ട് കൊടുത്തത് കൃത്യമായിട്ടുള്ള തീരുമാനത്തിനോട് യോജിച്ചതാണോ അല്ലേ എന്നുള്ളതൊരു വിഷയമാണ്. റിപ്പോർട്ട് എന്നത് ഒരു കുഴപ്പം ഇപ്പൊ ഇതിലടക്കല്ലേ. അപ്പൊ പത്രം കൊടുത്ത് സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പൊ പ്രത്യേകിച്ച് ശാസനൊക്കെ നൽകിയെന്ന് കണ്ടില്ലേ ഇന്നത്തെ പത്രത്തില്. പിന്നെ സുപ്രഭാതത്തിൽ വന്ന പരസ്യം സംബന്ധിച്ച് അവർക്ക് പ്രത്യേക ശാസനകളൊക്കെ കൊടുത്ത് എന്നൊക്കെ പറഞ്ഞ് കണ്ടില്ലേ. അപ്പൊ ഈ പത്രങ്ങൾ റിപ്പോർട്ട് നാളെ തന്നെ ഇപ്പോ ജിഫിരി തങ്ങൾ പറഞ്ഞില്ല, ഞങ്ങളറിയില്ല കൊടുത്തത് ആ പരസ്യത്തിനെ സംബന്ധിച്ചിടത്തോളം. അതല്ല ഞാൻ അതെ, അത് പത്രത്തിൽ വന്നതാണ്. പത്രത്തിൽ എഴുതിയതല്ലേ നിങ്ങളാ പറയുന്നത്. അപ്പൊ അത് ചിലപ്പോ അവര് ഈ പിന്നെ തീരുമാനത്തിന്റെ കൃത്യമായ ഇതൊന്നും മനസ്സിലാക്കിയിട്ടാണ്ട് കൊടുത്തതാവൂല. അപ്പൊ അവരതനുസരിച്ച് മൊത്തം കൊടുത്തതാവും. അതാണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ വന്നത്. CIC പ്രശ്നം അത് പിന്നെ മധ്യസ്ഥന്മാരെടുത്ത 9 തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ അവർ അംഗീകരിക്കണം.
ഒന്ന് അത് അംഗീകരിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലും മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഹക്കീം ഫൈസിയെ രണ്ടാമത് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലും ആയിക്കൊണ്ട് ആദ്യമുള്ള തീരുമാനം അത് രണ്ടാമത് പിന്നെ ആവർത്തിക്കണം. ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്ന CIC അല്ലെങ്കിൽ അദ്ദേഹം ഭാഗമാക്കാവുന്ന വിദ്യാഭ്യാസ സംവിധാനമായിട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് യാതൊരു ബന്ധമില്ല. അത് വാഫി കോളേജ് അല്ലേ? വഫിയൊക്കെ ഇതിൽ സമസ്ത തീരുമാനം എടുത്തിട്ടില്ലല്ലോ. ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്ന CIC അല്ലെങ്കിൽ അദ്ദേഹം ഭാഗമാക്കാവുന്ന വിദ്യാഭ്യാസ സംവിധാനമായിട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് യാതൊരു ബന്ധമില്ല.